വീട് മോടി പിടിപ്പിക്കാനും അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനും ഇപ്പൊ ഹൗസ് വാമിങ്ങിനായാലും ബർത്ത്ഡേക്കായാലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ്. ഇപ്പോഴല്ല, കുറച്ച് നാളായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഈ സിറാമിക് പോട്ടുകൾ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, നമുക്ക് അതൊക്കെ ഇന്നൊന്ന് നോക്കി നോക്കാം. ഹായ്, ഹലോ, ഐ എം സൂസൻ മാത്യു ഫ്രം ബി ഇൻ സ്റ്റൈൽ. ഇന്ന് നമുക്ക് കുറച്ച് സിറാമിക് പോട്ടുകൾ കാണാം. ഈ സിറാമിക് പോട്ടുകളൊക്കെ ശരിക്കും ഇന്ത്യൻ സിറാമിക് പോട്ടുകളാണ്, ചൈനീസ് അല്ല. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു എലിഫന്റിന്റെയാണ്. ഇതിന്റെ ഈ പോർഷനിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ഈ വലിയ പ്ലാന്റ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ സിറാമിക് പോട്ടുകൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒന്നും തന്നെ. പല സൈസിൽ സിറാമിക് പോട്ടുകൾ അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ ഒരു മീഡിയം സൈസ് വരെ ഉള്ളൂ. കാരണം ഇത് എല്ലാം ഇൻസൈഡ്, അതായത് ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാം, അതിനും ബുദ്ധിമുട്ടില്ല. അപ്പം കുറച്ച് സ്പേസ്, അതായത് ഇൻസൈഡ് ഇത്രയും ഇഞ്ചസ് ആണ് നമുക്ക് ഉള്ളിലോട്ടുള്ളത്. ഇതിൽ ശരിക്കും സെക്കുലൻസ്, കാക്ടസ്, അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ടല്ലോ. അതിലെ ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ ഒക്കെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അതല്ല, പോട്ട്സ് മാത്രമായിട്ട് വേണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. സ്വന്തം വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും ഈ പോട്ടുകളൊക്കെ ഉപയോഗിക്കും. അടുത്തത് ഒരു ശംഖിന്റെ ഡിസൈൻ കാണാം. ശംഖ് വൈറ്റ് കളറിലുള്ളതാണ്. ശരിക്കും ശംഖിന്റെ ഷേപ്പും അതേപോലെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും ഒരു മേക്കിങ്ങും ആണിത്. നല്ല കുറച്ച് ഹെവിയാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഹോൾ ഉണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും പോട്ട് നമുക്ക് ഇതിനകത്ത് പ്ലാന്റ് ചെയ്യാം. ഈ പോട്ടിൽ തന്നെ പ്ലാന്റ് ചെയ്യാം. അതേപോലെ തന്നെ അതല്ല, വേറെ കണ്ടെയ്നറിലാണ് ചെടി വെച്ചിട്ട് വേണമെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ്. ഈ രണ്ട് ശംഖിന്റെ ഡിസൈൻസും ഒരേപോലെ രണ്ട് സൈഡിൽ ഇങ്ങനെ പെയർ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വീടുകളിലൊക്കെ കാണാനായിട്ട്. പിന്നെ ഒരു ഭാഗ്യത്തിന്റെ അടയാളം കൂടെയാണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല, പക്ഷെ ഇത് നല്ല ഭംഗിയുള്ള ഒരു പീസാണ്. ശരിക്കും വുഡിന്റെ ഡിസൈൻ ആണിത്. വുഡിന്റെ ഡിസൈനിൽ ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ്. ഇതിന്റെ ഇൻസൈഡ് നല്ല വലുപ്പമുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മീഡിയം സൈസ് പ്ലാന്റ്സ് ഒക്കെ ഇതിൽ വെക്കാനായിട്ട് സാധിക്കും. നല്ല ഡിസൈനാണ്. ഒരു വുഡിന്റെ തന്നെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ശരിക്കും ഒരു എത്നിക് ലുക്ക് ഫീൽ ചെയ്യും. അടുത്തത് ഒരു ഫുട്ബോളിന്റെ ഒരു ഡിസൈനാണ്. ശരിക്കും ഫുട്ബോൾ ആണെന്നേ തോന്നുള്ളൂ, പക്ഷെ ഇതിനും നല്ല ഡെപ്ത് ഉണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഹോൾ ഉണ്ട്. ഹോള് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ പ്ലാന്റ്സ് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ 3 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നേവി ബ്ലൂ കളറുണ്ട്, പിന്നെ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്, ഓറഞ്ചിൽ വൈറ്റ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഷെയ്ഡ് ഉണ്ട്, പിന്നെ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു പാരറ്റ് ഗ്രീൻ്റെ ഷെയ്ഡ് ഉണ്ട്. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മണി പ്ലാന്റ് ആണെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച മണി പ്ലാന്റ് ആണെങ്കിലും ഇതിനകത്തുള്ള ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടാവും എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെയുള്ള പ്ലാന്റ്സ് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് ശരിക്കും ഈ മണി പ്ലാന്റ് സിൽവർ പോത്തോസ്, ഞാനിത് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണിത്. അതേപോലെ തന്നെ ഇത് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ടും ഈ പോട്ടിനുള്ളിലേക്ക് ഇറങ്ങും. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെയൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വീട്ടിൽ വെക്കുകയാണെങ്കിൽ. അടുത്തത് ബുദ്ധന്റെ ഒരു ഷേപ്പാണ്. ബുദ്ധന്റെ ഷേപ്പിൽ 3-4 കളർ അവൈലബിൾ ആയിരുന്നു. കുറേയൊക്കെ അങ്ങ് കസ്റ്റമർ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഗ്രീൻ കളറും അവൈലബിൾ ആണ്. ബുദ്ധന്റെ തന്നെ വേറെ ഒരു ഷേപ്പിലുള്ള, ഇതിന്റെ ഹോള് വന്നിട്ട് കുറച്ച് ചെറിയ ടൈപ്പാണ്. ഇതിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല വലുപ്പത്തിലായിട്ട് ഹോള് വന്നിട്ടുണ്ട്. ഇത്രയും പോർഷൻ ഹോളുണ്ട്. അതേപോലെ തന്നെ കുറച്ചൊരു മീഡിയം സൈസ് പ്ലാന്റ് ഒക്കെ ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ബാക്ക് സൈഡിൽ ഹോളുണ്ട്. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഒരു പുതുമയാർന്ന വെറൈറ്റിയാണ്. ഷൂസ് ആണ്. ഇത് കാലിലിടുന്ന ഷൂസ് അല്ല കേട്ടോ. ശരിക്കും നല്ല ഹെവി ആയിട്ടുള്ള ഒരു സിറാമിക് പോട്ടാണ്. ശരിക്കും ഇതിന് ഹോളുണ്ട്. ഇതിൽ ഡയറക്റ്റ് വേണമെങ്കിലും പ്ലാന്റ് വെക്കാം. അതല്ല, മണി പ്ലാന്റോ അങ്ങനെയുള്ള ഇൻസെക്യുലൻസോ സ്നേക്ക് പ്ലാന്റിന്റെ ചെറിയ വെറൈറ്റി ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിൽ വെക്കാം. അല്ല, ചെറിയ പോട്ടിൽ കിട്ടുകയാണെങ്കിൽ അത് വേണമെങ്കിലും ഇതിലോട്ട് ഇറക്കി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ നല്ല ഒറിജിനലായിട്ട് തോന്നുന്ന ഫ്ലവേഴ്സ് ഒക്കെ കിട്ടില്ലേ ചില പോട്ട്സിലൊക്കെ, പക്ഷെ പോട്ടിന് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അത് വേണമെങ്കിലും ഡയറക്റ്റ് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് കെയർ കൊടുക്കേണ്ട കാര്യമില്ല. അത് ഭംഗിയായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഇത്
വളരെ നല്ലൊരു ഓപ്ഷനാണ് ഷൂസ്. ഇതിന് 2 കളറിൽ അവൈലബിൾ ആണ്. ഒരെണ്ണം ഗ്രീന്, ഒരെണ്ണം നല്ല യെല്ലോ, മാംഗോ യെല്ലോ. നല്ല ഹെവിയാണ് കേട്ടോ ഇത്. അടുത്തത് പൂക്കൂടയുടെ ഡിസൈനാണ്. അമ്പലത്തിലൊക്കെ കൊണ്ടുവന്ന പൂക്കൂട ഇല്ലേ പണ്ടത്തെ, അതിന്റെ ഡിസൈനിലുള്ളതാണ്. ശരിക്കും ഇതിന്റെ ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഇതിലും 2 ടൈപ്പ് പ്ലാന്റ്സ് വേണമെങ്കിൽ വെക്കാം. ഒരെണ്ണം മാത്രമായിട്ട് വേണമെങ്കിലും വെക്കാം. ഒരു സൈഡിലൊന്ന് വെക്കാം, മറ്റേ സൈഡിലും വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ഒന്ന് മാത്രമായിട്ട് വേണമെങ്കിലും വെക്കാം. ഇതിന് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇൻസൈഡ്. അതേപോലെ തന്നെ ഹോള് കൊടുത്തിട്ടുള്ളതാണ്. ഹോൾ വേണമെങ്കിൽ അല്ലാത്ത പ്ലാന്റിന്റെ ഇറക്കി വെക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ 2 കളേഴ്സ് ആണ് അവൈലബിൾ. ഒരെണ്ണം ഈ വൈറ്റ്, നല്ല ഗ്ലോസി ആയിട്ടുള്ള വൈറ്റ് ആണ്. അടുത്തത് ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ക്രീം കളറാണ്. ഇത് മാറ്റ് ഫിനിഷ് ആണ്. ആദ്യം ഞാൻ കാണിച്ചത് വൈറ്റ് ഗ്ലോസി ആയിട്ടുള്ളതും ഇത് മാറ്റ് ഫിനിഷിന്റെ ക്രീം കളറും. അടുത്തത് ബാഗിന്റെ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെയുള്ള ഷേപ്പിലുള്ള ഒരു പോട്ടാണ്. ഇതിന്റെ ഷേപ്പില് കുറച്ച് ഡിഫറെന്റ് ആണിത്. കുറച്ച് ലോങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പോട്ടാണിത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണെങ്കിലും ശരിക്കും മണി പ്ലാന്റ് വളർത്താനും കാക്ടസ് വളർത്താനും അതേപോലെ തന്നെ ചെറിയ വേരിയന്റ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റിന്റെ വെറൈറ്റീസ് ഒക്കെ ഇതിൽ, അല്ലെങ്കിൽ ഒരു പ്ലാന്റോ 2 പ്ലാന്റോ വേണമെങ്കിലും ഇതിൽ വളർത്താനായിട്ട് സാധിക്കും. ഇത് ടേബിൾ ടോപ്പ് ആയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഒരു കറക്റ്റ് ഒരു ചോയ്സ് ആയിരിക്കും. അടുത്തത് ബ്ലൂവിന്റെ കളക്ഷനാണ്. ബ്ലൂ കളറിലെ ശരിക്കും നല്ല ഡിസൈനുള്ള നല്ല പോട്ടാണിത്. അതേപോലെ തന്നെ ഇൻസൈഡ് നല്ല ഡെപ്ത് ഉണ്ട്. മീഡിയം സൈസുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. അതും ശരിക്കും ക്രിസ്റ്റലിന്റെ ഡിസൈൻസ് വെച്ചിട്ടുള്ളതാണ്. അതിന്റെ ഇൻസൈഡ് ഇത്രയും തന്നെ ഡെപ്ത് ഉണ്ട്. ഏകദേശം ഒരു കൈയുടെ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും അകത്ത് കയറത്തക്കൊണ്ടുള്ള ഡെപ്ത് ഉണ്ട്. അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷാണ് ഇതിന്റെ. പെയിന്റ് ഒന്നുമല്ല, പെയിന്റ് പോലെ കളർ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. പിന്നെ താഴെ വീഴരുത്, പൊട്ടിപ്പോകും. പക്ഷെ താഴെ വീഴേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ഇതിന് ഹോളില്ല. ഹോളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്ന് പറയാൻ നമുക്ക് ഇതുപോലെ മണി പ്ലാന്റ്സ് ഒക്കെ ഇതിൽ വളർത്താനായിട്ട് കഴിയും. ഹോളുള്ള വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക്കോ വല്ല പോട്ടിലും ചെടി വളർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാനായിട്ട് സാധിക്കും. അടുത്തത് ആമയുടെ ഷേപ്പിലുള്ള ഒരു പോട്ട് കാണിച്ചു തരാം. ഇത് നല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ചൈനീസ് ഫെങ്ഷേ പ്രകാരമൊക്കെ ഈ ആമയുടെ ഷേപ്പൊക്കെ ഭയങ്കര ലക്കിയാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കളറും നല്ലതാണ്. ഈ കളറിലൊക്കെ ശരിക്കും പറഞ്ഞാല് പോട്ട്സ് ഈ കളർ പോട്ടിനകത്തൊക്കെ നല്ല ഗ്രീൻ കളറിലെ പ്ലാന്റ് ഒക്കെ വെക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. ഇതിന്റെ ബാക്ക് സൈഡിൽ ഹോളുണ്ട്. ഹോൾ വേണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പ്ലാസ്റ്റിക് ഇറക്കി വെച്ചിട്ട് അതിലത്തെ തന്നെ പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഡിസൈൻ നോക്കൂ. ഇതിന്റെ തന്നെ ഒരു വൈറ്റ് കളറും കൂടെ അവൈലബിൾ ആണ്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഗിഫ്റ്റ് കൊടുക്കാനും വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ടേബിൾ ടോപ്പായിട്ട് വെക്കാനും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ഒരു പീസാണിത്. ഇതും ശരിക്കും നല്ല ഹെവി ആയിട്ടുള്ള നല്ല പോളിഷും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു പീസാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. അടുത്തത് സ്വാൻ ഷേപ്പാണ്. സ്വാനിന്റെ ബ്ലാക്കും അവൈലബിൾ ആണ്. നോക്കൂ, ഇതിൽ ചെറിയ സക്കുലൻസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരു ടേബിൾ ടോപ്പായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു പീസാണ്. അതുപോലെ തന്നെ നല്ല ഗ്ലോസി ഫിനിഷാണ് ഇതിന്. ഒരു സ്ഥലത്ത് പോലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ബ്യൂട്ടിഫുൾ പീസാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു മോവ് ഷെയ്ഡും അവൈലബിൾ ആണ്. അടുത്തത് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ്. നല്ല ഹെവിയാണ്. ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ വീടിനുള്ളിൽ തന്നെ. പല പോട്ട്സ്, ഇതിന് സ്പേസ് ഇങ്ങനെ ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് പല പ്ലാന്റ്സ് ഈ പോട്ടിനകത്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ ചെറിയ പോട്ടിനകത്ത് കിട്ടുന്ന പ്ലാന്റ്സ് ഇല്ലേ, അത് ഡയറക്റ്റ് ഇതിലോട്ട് 3-4 എണ്ണം ഇറക്കി വെക്കാനായിട്ട് സാധിക്കും. അതും നല്ല ഭംഗിയുള്ളതാണ്. ഇതിന്റെ 2 കളേഴ്സ് ആണ് അവൈലബിൾ. ഒന്നൊരു ലൈറ്റ് ഓഫ് വൈറ്റ് കളർ വരുന്നുണ്ട്. അടുത്തത് പ്യുവർ വൈറ്റ്. ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള ജിറാഫിന്റെ ഷേപ്പാണ്. ശരിക്കും ഇത് വളരെ ചെറുതാണ്. ഇത് ശരിക്കും പോട്ടായിട്ട് മാത്രമല്ല, കുട്ടികൾക്കൊക്കെയാണ് ഗിഫ്റ്റ് ഇത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പെൻസിൽ, റബ്ബർ, പെന്നൊക്കെ ഇട്ട് വെച്ചിട്ട് കൊടുത്താൽ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണ്. അതേപോലെ തന്നെ ഇതിന്റെ കളറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, യെല്ലോയും റെഡും. ഇതിന്റെ 2 വെറൈറ്റിയും കൂടെ ഉണ്ട്, അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീബ്ര ഭയങ്കര ചെറുതാണ്, ഇത്രയേ ഉള്ളൂ ഇത്. പക്ഷെ ചെറിയ സക്കുലൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് ശരിക്കും പേപ്പർ വെയിറ്റ് പോലെ ചെറിയ പ്ലാന്റ്സ്, അതായത് ഏറ്റവും ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ട് പേപ്പർ വെയിറ്റ് പോലെയൊക്കെ വയ്ക്കാം, ഓഫീസ് ടേബിളിലൊക്കെ വയ്ക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് ഗിഫ്റ്റ് കൊടുക്കാം. ഇതിന്റെ
പെയർ ചെയ്ത് വേണമെങ്കിലും ഇത് വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പെയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും. അതേപോലെ വീട്ടിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അടുത്തത് ഒരു നോർത്ത് ഇന്ത്യൻ പാറ്റേണിൽ വരുന്ന ശരിക്കും ഹെവി ആയിട്ടുള്ള ഒരു പോട്ടാണ്. ഇതിന്റെ 3 കളർ ഷെയ്ഡാണുള്ളത്. നമുക്ക് ശരിക്കും ഓറഞ്ചും ബ്ലൂവും വൈറ്റും കൂടെ ചേർന്ന കോമ്പിനേഷൻ, അതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, പിന്നെ ഉള്ള ഒരു ഷെയ്ഡ് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡും ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള. ഇത് നല്ല പീസാണ്, നല്ല ഹെവി ആയിട്ടുള്ള, ശരിക്കും നല്ല പെർഫെക്റ്റ് പോളിഷ് ആണ്. ഇത് മാറ്റ് അല്ല, ഇത് ഗ്ലോസി ഫിനിഷിലുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനും ഇന്ത്യൻ സെറാമിക് പോട്ടുകളാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഷോപ്പ് ഉള്ളത് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബി ഇൻ സ്റ്റൈൽ ഷോപ്പ് നമ്പർ 38. പിന്നെ ഇതിന്റെ വിലകൾ അറിയാനാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം അയക്കാനായിട്ട്. അപ്പോൾ അതിന്റെ പ്രൈസുകൾ പറഞ്ഞു തരുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്